യെസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് പിന്നെ ഇന്ററപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്തെങ്കിലും കേൾക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ. പിന്നെ ബാക്കി നമ്മളെ പഴയ യൂഷ്വൽ രീതികൾ തന്നെയാണ്. ഓക്കെ. സോ the paper which I am going to take in this semester is MA 308 Computer Aided Design and Analysis. Okay. Uh, so the prerequisite for this subject is actually your mechanics of solids. Okay, mechanics of solids in a continuation in the computer aided design and analysis. Okay. So basically, design area design and both analysis. So complete or single domain under design analysis combined design and designing procedure in the right. Where there is an competent idea. Right. So basically our subject is computer aided design and analysis. Okay. The first module for this one is actually something like this. Okay. So here we'll be dealing, first of all, we'll be starting the subject with the basic introduction on CAD. Okay. So we'll be starting with an introduction to CAD. The historical developments. Okay. We'll be looking into the how this CAD has emerged. Okay. So from the very primitive stage, how has it emerged into this developed stage. Okay. Then we'll be looking into the industrial look at CAD. Okay. So what are the things happening in industry with the help of computer aided design? Okay. അതുപോലെ പിന്നെ വരുന്നൊരു കാര്യമാണ് വിൽ ബി ഡൂയിങ് എ കമ്പാരിസൺ ഓഫ് CAD വിത്ത് ദ ട്രഡീഷണൽ ഡിസൈനിങ്. ഓക്കെ. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഫോളോഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് CAD. Okay. Then followed by that, we'll be looking into the basic geometries. Okay. So ഇതിൽ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറിന്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ നോക്കുന്നത്. എങ്ങനെയാണ് ഒരു പിന്നെ ഒരു ഫിഗർ, നമ്മളിപ്പം ഓട്ടോ ക്യാഡ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ സോളിഡ് വർക്ക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മളൊരു ഡയഗ്രാം, അല്ലെങ്കിൽ സോളിഡ് വർക്ക്സ് ഇത്തവണ ഈ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് ഈ ഓരോ ഫിഗർ ഫോം ചെയ്യുന്നത്, അതിൽ എങ്ങനെയാണ് ഒരു രണ്ട് പോയിന്റ്സ് തമ്മിൽ ഒരു ലൈൻ ഫോം ചെയ്യും, ലൈനിനെ എങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഫണ്ടമെന്റൽസ്, അത് ഇനവേ അത് പ്രോഗ്രാമിംഗ് എന്നല്ല, ബട്ട് അതിന്റെയൊക്കെ ഫണ്ടമെന്റൽസ്, ഹൗ പോയിന്റ് ഇസ് ഡിഫൈൻ, ജോമെട്രീസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് നോക്കുക. ഓക്കെ. And then some technical terms. So in short, now the first module is completely ഒരു തിയറി ബേസ്ഡ് module ആണ്, കംപ്ലീറ്റ് ആയിട്ട് തിയറി തന്നെയാണ്. ഫോളോഡ് ബൈ യുവർ സെക്കൻഡ് module ഓൾമോസ്റ്റ് തിയറി തന്നെയാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ആണ്. സോ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിന്റെ വിൽ ബി ഗെറ്റിംഗ് എ ടേസ്റ്റ് ഓഫ് ദിസ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഇൻ യുവർ ഫിഫ്ത് module. ഓക്കെ. എന്താണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്, ആ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മൾ മെക്കാനിക്സ് സോൾവ്സിലൊക്കെ ചെയ്ത് സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ഒരു ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഫിഫ്ത് മോഡ്യൂളിലൊക്കെ എത്തുമ്പോൾ അത് നോക്കും. ഓക്കെ. അവിടെയാണ് കുറച്ച് ന്യൂമറിക്കൽസും ഒക്കെ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അതിനോട് താല്പര്യം തോന്നുകയാണ്. കാരണം ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഈസ് എ ഫണ്ടമെന്റൽ ഫോർ ദ സോഫ്റ്റ്വെയർസ് ലൈക്ക് ആൻസിസ്. ഓക്കെ. ആൻസിസിലെ സ്ട്രക്ചറൽ അനാലിസിസിനൊക്കെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് അതിൽ യൂസ് ചെയ്യുന്ന സാറാണ് ഈ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഓക്കെ. Mathematical tool, it's actually a mathematical tool and it's a very 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 powerful tool. Okay. Okay, right. So we'll start with the basic things. Okay. So let us start our study with your module 1, that is an introduction to CAD. Okay. So ആദ്യത്തെ ചോദ്യം നമ്മൾ മനസ്സിൽ വരുന്ന എന്താണ് CAD എന്നുള്ളതാണ് അല്ലെ. വാട്ട് ഈസ് CAD? Right. So if you define this CAD, it is actually നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. Right. It's actually an automation design process എന്ന് പറയും അല്ലെ. ഡിസൈനിങ് പ്രോസസ്സിനെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാം കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ടു ബി മോർ സ്പെസിഫിക്, വി ക്യാൻ ഓൾസോ ഡിഫൈൻ ഇറ്റ് ആസ് can be defined as the use of computer systems to assist in. Okay. It is a defined as the use of computer system to assist. Okay. See, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസിസ്റ്റ് ചെയ്യാണ്, അല്ലാതെ നമുക്ക് ഒരു സൊല്യൂഷൻ തരികയല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഒരു സിസ്റ്റം അല്ലെ. പക്ഷെ അത് പലപ്പോഴും നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സ്പീഡായിട്ട് അത് കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ. ബട്ട് അഗെയിൻ ദ തിങ് ഈസ്, എന്തൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തൊരു സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ എന്താണോ അതിൽ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക.
ഓക്കെ, നമ്മള് കറക്റ്റായ കാര്യം ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ കറക്റ്റായ സാധനം തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതേസമയത്ത് നമ്മളൊരു ബ്ലണ്ടർ കാര്യം ഇൻപുട്ട് ആയി കൊടുത്താൽ ഒരു വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു കാര്യം ഔട്ട്പുട്ടും കിട്ടും. ഓക്കെ, സോ അവിടെ അവിടെ നമുക്ക് ഉണ്ടാവേണ്ടത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ആൻസർ ശരിയാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു വിവരം ആണ് ഇവിടെ ആവശ്യം. ഓക്കെ, സോ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ തന്നൊരു ആൻസർ ആണെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും ശരിയാവണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ഹാവ് ഗിവൺ ദ ഇൻപുട്ട്, റൈറ്റ്? സോ ഒരു കമ്പ്യൂട്ടർ തന്നെ നമ്മൾ ബേസിക്കലി ഇങ്ങനെ പറയും GIGO എന്ന് പറയാറുണ്ട് അല്ലെ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഓക്കെ, നമ്മൾ എന്ത് ഗാർബേജ് ആണോ അകത്ത് കൊടുക്കുന്നത് ആ ഗാർബേജ് ഔട്ട്പുട്ട് കിട്ടും. നേരെ മറിച്ച് നമ്മൾ നല്ല കറക്റ്റ് സാധനങ്ങളാണ്, കറക്റ്റ് അനാലിസിസ് കറക്റ്റ് വാല്യൂസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് റിസൾട്ട്. ഓക്കെ, ദ തിങ് ഈസ് യു ഷുഡ് ഹാവ് that knowledge to understand whether the result that you have obtained is correct or not. So it can be of computer system to assist in creation, like creation, modification, and analysis or optimization of the design. Okay, so creation in the sense you are actually creating, you are actually modeling. Okay, you can also term it as modeling of a component, followed by its modification. Modification എങ്ങനെയാണ്? അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാകുക അതിൽ കുറെ മോഡിഫിക്കേഷൻസ് വരുത്തണം. Modification, and finally you will go for the optimization of the design. So all these things, if it is done with the aid of a computer system, then that is computer aided design process. Okay, ഇതൊക്കെ അതിനൊരു ബേസിക് ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. ഇറ്റ്സ് an example for the design. Okay, ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. Okay, it is done in the software CATIA. Now similarly another, this is something called analysis. Okay, അതിന്റെ മുകളിൽ സ്ട്രെസ് അനാലിസിസ് ചെയ്ത ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ. ഡിഫറെന്റ് കളർ പാറ്റേൺസ് കാണാം. ഓരോ കളർ പാറ്റേൺ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. റെഡ് കളർ, you can see red color is the maximum value of stress. The maximum value of stress is experienced in this region. ഈ ഒരു region minimum values of stress ആണ്. So if you want to do some modifications, you can do the modifications over here and all. So ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു CAD സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന കുറെ ഇൻപുട്സ്. Okay, so in short you can say computer design is a process of automation in design process, right? Now എന്തിനാണ് CAD? രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണ് CAD? എന്താണ് CAD എന്നുള്ളതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ പറഞ്ഞു നമ്മളൊരു ഡിസൈൻ പ്രോസസ്സിനെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അതിനെ ഓട്ടോമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു നമ്മൾ എല്ലാ സ്റ്റേജിലും നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായം തേടുന്നതിനാണ് കമ്പ്യൂട്ടറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലെ? അതേസമയത്ത് എന്തിനാണ് CAD, അല്ലെ? അത് വളരെ ഒബ്വിയസ് ആണ്. എന്തിനാണ് CAD? ദീസ് ആർ ദ ബേസിക് തിങ്സ്. ഒന്ന്, it is to increase the productivity of the designer. Okay, സ്മോൾ ടൈമിൽ, ചെറിയൊരു ടൈമിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്തു തീർക്കാൻ പറ്റും, അല്ലെ? ഇംപ്രൂവ് ദ ക്വാളിറ്റി, അഗൈൻ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഡിസൈൻ. Okay, so please make a note of this one. You require the advantage. You can say that these are the advantages. Okay, advantages of CAD. Okay, it is to increase the productivity of the designer, improve the quality of the design, improve communication, and to create database for manufacturing. Okay, these are some of the advantages of using CAD. Okay, നമുക്ക് വെറുതെ പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല. നമുക്ക് ചില വീഡിയോസിലൊക്കെ കൂടി കാര്യങ്ങൾ ക്ലിയർ ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്ക് അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എത്ര ഡിസൈൻ സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അറിയാം? നെയിം എ ഫ്യൂ ഡിസൈൻ സോഫ്റ്റ്വെയർസ്. ഓട്ടോകാഡ് ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്. സിമിലർലി വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ സോഫ്റ്റ്വെയറിന്റെ പേര് അറിയാം? SolidWorks, yes, good. Again, CATIA, yes. Again, CATIA. Fusion 360, yes. Proi, right. Proi പഴയ പേരായിരുന്നേ, ഇപ്പം അതിനെ ക്രിയോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ഡിസൈൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇനി നിങ്ങൾക്ക് എത്ര അനാലിസിസ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്? നെയിം എ ഫ്യൂ അനാലിസിസ് സോഫ്റ്റ്വെയർസ്. ANSYS, good. Yes, ANSYS.
അനാലിസിസ് സോഫ്റ്റ്വെയർസ് വേറെ ഒരുപാടുണ്ട്, അത് നോക്കണം. ഓക്കെ, വേറെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ലൈക്ക് LS Dyna, അതുപോലെ ഓപ്പൺ ഫോം എന്ന് പറയുന്ന ഒരു എന്താണ്, ഓക്കെ ഓപ്പൺ ഫോം. ഓക്കെ, പക്ഷെ ഓപ്പൺ ഫോമിന്റെ കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ഇതേപോലെ നമ്മളിപ്പോ ആൻസസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ നല്ലൊരു യൂസർ ഇന്റർഫേസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്കിപ്പോ ആൻസസിലൊക്കെ നോക്കിയാൽ സ്ട്രക്ചറിലാണെങ്കിൽ സ്ട്രക്ചറിലേക്ക് പോവാം, അതിനെ ക്ലിക്ക് ചെയ്ത് തന്നെ സോൾവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻസസിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഓപ്പൺ ഫോമിന്റെ കേസിൽ കംപ്ലീറ്റ് യു ഹാവ് ടു കോഡ്. ഓക്കെ, യെസ്, മാറ്റ്ലാബ് ഇസ് എ ഗുഡ് അനാലിസിസ് സോഫ്റ്റ്വെയർ. ഓക്കെ, അനാലിസിസ് ഇൻ ദ സെൻസ് നമുക്ക് ഈ പറയുന്ന പോലെ കോഡിംഗ് ആണ് കംപ്ലീറ്റ്. മാറ്റ്ലാബ് ഒക്കെ കുറച്ച് entirely അത് ബേസ്ഡ് ഓൺ ദ കോഡിംഗ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്ത് യു ക്യാൻ ഡു ദ അനാലിസിസ്. ഓക്കെ, സോ മാറ്റ്ലാബ് ഇസ് എ ബ്യൂട്ടിഫുൾ സോഫ്റ്റ്വെയർ. പറ്റുമെങ്കിൽ അത് പഠിക്കണം, പഠിച്ചു തുടങ്ങണം. വളരെ വളരെ നല്ലതാണ്. NPTEL കോഴ്സ് അടക്കം ഉണ്ട്, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ 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 നല്ലതായിരിക്കും. ഓക്കെ, അഗൈൻ അനാലിസിസ് സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ഇതൊക്കെ വരും. നമ്മളിപ്പോ ഇപ്പോഴത്തെ ചില ഓട്ടോഡെസ്കിന്റെ സോഫ്റ്റ്വെയർസിലൊക്കെ സിമ്പിൾ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. ഓക്കെ, നോ അഗൈൻ ഓക്കെ, ഈ LS Dyna പോലത്തെ സോഫ്റ്റ്വെയർസിന്റെ കേസിൽ യു ക്യാൻ ഡു ഡൈനാമിക് അനാലിസിസ്. ഓക്കെ, മോഷൻ നടക്കുന്ന കേസുകളിലുള്ള അനാലിസിസ് ചെയ്യാനാണ് കൂടുതൽ LS Dyna പോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അതേസമയത്ത് ആൻസിസ് പോലത്തെ സോഫ്റ്റ്വെയർസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കേസുകളാണ്. പിന്നെ പക്ഷെ അതിലും അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് പല പല പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈവൻ 3D പ്രിന്റിങ്ങിന്റെ കേസുകൾ വരെ കംപ്ലീറ്റ് ഇപ്പം സിമുലേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ അങ്ങനത്തെ പുതിയ അഡീഷണൽ ഫീച്ചേഴ്സും എല്ലാം ഇപ്പോഴത്തെ പുതിയ ആൻസിസ് വേർഷൻസിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ വിൻഡ് ടണലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിൻഡ് ടണൽ, വിൻഡ് ടണൽ എക്സ്പെരിമെന്റ്. എന്താണ് വിൻഡ് ടണൽ എക്സ്പെരിമെന്റ്? എയറോഡൈനാമിസിറ്റി ചെക്ക്, എയറോഡൈനാമിക്സ് ഫ്ലൈറ്റിന്റെ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? റൈറ്റ്, ഗുഡ്. ഫ്ലൈറ്റിലുള്ള കേസിൽ അതിന്റെ എയറോഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഫ്ലൈറ്റ് മാത്രമല്ല, ഈവൺ ഫോർ ഒരു കാർ ഡിസൈനിന്റെ കേസിലായാലും യു വിൽ ചെക്ക് നമ്മുടെ അതിന്റെ എയറോഡൈനാമിക്സ് ചെക്ക് ചെയ്യണമെങ്കിൽ യു വിൽ ഗോ വിത്ത് വിൻഡ് ടണൽ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. ഓക്കെ, എന്താണ് വിൻഡ് ടണൽ എക്സ്പെരിമെന്റ് എന്നുള്ളതും ഇത് വിൻഡ് ടണൽ പഠിക്കാനുള്ളതുകൊണ്ടല്ല, CAD-ന്റെ അഡ്വാൻറ്റേജ് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടുപോകാം. ഓക്കെ, ഇവിടെ കണ്ടതില് ഇതിപ്പോ ഒരു വിൻഡ് ടണൽ എക്സ്പെരിമെന്റിന്റെ കേസിൽ അതിന്റെ സിമുലേഷൻ ആണ്. ശരിക്കും ആക്ച്വൽ വിൻഡ് ടണൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാം. വിൻഡ് ടണൽ എക്സ്പെരിമെന്റ് ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ശരി.
ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഒരു വിൻഡ് ടണൽ, ഒരു വേൾഡ്സ് ലാർജസ്റ്റ് വിൻഡ് ടണലാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. റൈറ്റ്. എന്റെ ചോദ്യം ഇതാണ്, നമുക്ക് ഈ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം വിൻഡ് ടണലിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ആക്ച്വൽ വിൻഡ് ടണൽ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒരു സിമുലേഷൻ, സ്ട്രോങ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? എന്നിട്ട് നമുക്കെല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ സോഫ്റ്റ്വെയറിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണോ? ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. നമുക്കൊരു വിൻഡ് ടണൽ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ നോക്കിയാൽ മതി. അത് എത്ര ഒരു വലിയ ലാർജ് സ്പേസ് ഏരിയ വേണം. അവിടെ ഒരുപാട് ഹൈ സ്പീഡ് വിൻഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം. ഇതിനെ ക്യാപ്ചർ ചെയ്യാനുള്ള സെൻസേഴ്സും അതുപോലെ ക്യാപ്ചർ ചെയ്യാനുള്ള ക്യാമറാസും വേണം. ഒരുപാട് എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. നമുക്ക് ഈ കംപ്ലീറ്റ് വിൻഡ് ടണൽ സിസ്റ്റത്തിനെ ഒഴിവാക്കാൻ പറ്റും ഇഫ് യു ഹാവ് എ സ്ട്രോങ് സോഫ്റ്റ്വെയർ ടു സിമുലേറ്റ് ഇറ്റ് ഫ്രോം ദ ലാബ്. പറ്റും? ഇല്ല. സോ ദ ആൻസർ ഈസ് ആക്ച്വലി നോ. നമുക്ക് സോഫ്റ്റ്വെയർസിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും your softwares is not actually a substitute to these experiments. Okay, softwares എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് മാത്രമാണ്. ഒരിക്കലും നമുക്ക് ഇതിനെ മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു മിനിറ്റുള്ള എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാലേ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തിനാണ് ഇത്തരം സിമുലേഷൻ സോഫ്റ്റ്വെയർസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അതാണ് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ. അതിൽ നമുക്ക് ബേസ്ഡ് ഓൺ ഒരു ബേസിക് ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ you can test, okay, using the software you can do the basic test, okay, basic test with the wind tunnel test, okay, the complete simulate ചെയ്തിട്ട് you can test, okay, and you can give the basic modifications, okay. നമുക്ക് ടെസ്റ്റിന് അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് തോന്നുന്ന സ്ട്രെസ് അനാലിസിസിന്റെ ബേസ് ചെയ്ത് കാണുന്നതിൽ ബേസിക് വേരിയേഷൻസ് ഒക്കെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ വരുത്താം, okay, and finally as a final stage you have to actually make the outer structure at least, okay. നമ്മൾ എന്താണോ ചെയ്യുന്നത്, കാർ ഡിസൈൻ ആണോ അല്ലെ എയറോപ്ലെയിൻ ഡിസൈൻ ആണോ, അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ അല്ലെങ്കിൽ ഔട്ടർ പ്രൊഫൈൽ എങ്കിലും നമുക്ക് അവിടെ ബിൽഡ് ചെയ്ത് അതിന്റെ മുകളിൽ വിൻഡ് ടെസ്റ്റ്, ആക്ച്വൽ ടെസ്റ്റ് നടത്തണം. അപ്പോൾ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ it actually reduces the repetitive times, the number of times this wind tunnel test has to be carried out, okay. So software ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇനീഷ്യൽ സ്റ്റേജിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ സോഫ്റ്റ്വെയർ നടത്താം. ബട്ട് ഫൈനലി you have to check with the wind tunnel, actually do the experiment and ഫൈനലി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ചിലപ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പോട് കൂടി നമുക്ക് കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ ഫൈനലൈസ് ചെയ്ത് യു ക്യാൻ ഗോ വിത്ത് ദ ഫൈനൽ ഡിസൈൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നോ സോഫ്റ്റ്വെയർ ഇസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, ഫോർ എൻ എക്സ്പെരിമെന്റ്. എൻ എക്സ്പെരിമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ആ ഒരു എക്സ്പെരിമെന്റൽ ടാസ്ക്, അതിന്റെ ഒരു ടാസ്കിന്റെ അല്ലെങ്കിൽ അതിന്റെ എഫേർട്ട് കുറക്കുക അല്ലെങ്കിൽ ആ പ്രൊസീജിയറിന്റെ ലെങ്ത് കുറക്കുക എന്നുള്ളതാണ്. സോ ഇൻ ഷോർട്ട് ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. So a computer-aided design or a CAD system, the main advantage is it reduces the time. Alright, ഇതിൽ നിന്ന് നമുക്ക് പറയാം it reduces the time, alright, when compared to the conventional method of designing. Okay, so നമ്മളൊരു conventional method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു basic conventional method അല്ലെങ്കിൽ traditional method that was used previously എന്തായിരുന്നു, ഇതുപോലെയായിരുന്നു അല്ലെ. നമ്മൾ എന്തൊക്കെ ചെയ്യും, ആദ്യം ബേസിക് സ്കെച്ചസ് വരക്കും, followed by engineering drawing അല്ലെ. നമുക്കൊരു ഒരു ഷീറ്റിലേക്ക് അതിനെ മാറ്റും. അതിനുശേഷം അതിന്റെ മുകളിൽ മാനുവൽ അനാലിസിസ് ചെയ്യും. മാനുവലി യു വിൽ ബി അനലൈസിങ്. ജസ്റ്റ് തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വേർ ഫോർ എക്സാമ്പിൾ എയറോപ്ലെയിന്റെ എയറോഡൈനാമിക്സ്, എയറോപ്ലെയിൻ അതിന്റെ എയറോഡൈനാമിക്സ് കാര്യങ്ങൾ നമ്മൾ മാനുവലി ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. സോ മാനുവലി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വെരി 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 ഹെർക്കുലിയൻ ടാസ്ക്. കാരണം അതിന്റെ പ്രൊഫൈൽ, ഒരു എയറോപ്ലെയിന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ആ പ്രൊഫൈൽ തന്നെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഇതൊരു ബേസിക് പഠിച്ച പോലെ ഒരു കാൻഡിലീവർ ബീം പോലെയോ അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെയോ ഒന്നുമല്ല. എന്താണ്, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രൊഫൈലാണ്. അപ്പൊ ആ പ്രൊഫൈലിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ വളരെ
വളരെ ടിഡിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. കാരണം ഇത് അത് അത്തരത്തിലുള്ള പ്രൊഫൈലിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പോലത്തെ പേപ്പേഴ്സിലേക്കൊക്കെ വരുന്നത്. നിങ്ങള് പിന്നെ AMS നമുക്ക് AMSന്റെ കേസിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇത്ര ഒരു പ്രൊഫൈലിന്റെ കേസ് വരുമ്പോൾ നമ്മൾ യു ഹാവ് ടു ഇനീഷ്യലി അസ്യൂം എയറീസ് ഫംഗ്ഷൻ അല്ലെ, എയറീസ് ഫംഗ്ഷൻ ഒക്കെ അസ്യൂം ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മളത് അത് എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആണോ എന്നൊക്കെ അതെല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം പോകുന്നത്. ഓക്കെ, സോ പ്രീവിയസ്ലി ബിഫോർ ദിസ് emergence of this computer aided design system, design and analysis system, previously manually തന്നെയായിരുന്നു ഇതിന്റെ ഓരോ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ വളരെ ഹെക്ടിക് ആയിരുന്നു, ആൻഡ് ദാറ്റ് വാസ് ടൈം കൺസ്യൂമിങ്. അതുപോലെ തന്നെ എറേഴ്സ്, ഓക്കെ, അതിലുണ്ടാവാൻ ചാൻസ് ഉള്ള എറേഴ്സും ഒക്കെ മാനുവൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവാൻ ചാൻസ് ഉള്ള എറേഴ്സും ഒക്കെ വളരെ 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 ഹൈ ആയിരുന്നു. റൈറ്റ്, വളരെ ടിഡിയസ് ആയിരുന്നു. ആൻഡ് എക്സ്പെൻസ്, ഓക്കെ, ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്ന എക്സ്പെൻസും വളരെ 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 ഹൈ ആയിരുന്നു when it was done using the traditional method, which is by manual analysis and then followed by manufacturing. Okay, so your traditional design process, it consists of these main steps, that is the sketch, basic sketching, then engineering drawing followed by manual analysis and then manufacturing. Okay, now when it comes to your CAD design, you will be actually making a CAD modeling, right? So this CAD modeling can be used for directly as an engineering drawing and the manufacturing. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു 3 dimensional ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ 3 dimensional ഡയഗ്രത്തിന് അതിന് അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 dimensional ആയിട്ട് ജനറേറ്റ് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ഷോപ്പ് ഫ്ലോറിലേക്ക് കൊടുക്കാം, അവർക്ക് അവിടെ മാനുഫാക്ചറിങ് ചെയ്യാം. ഓക്കെ, ഫോർ സ്മോൾ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഫോർ ഹയർ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഫർദർ അനാലിസിസിലേക്ക് വിടാം. അനാലിസിസ് ചെയ്തതിന് സ്ഥാനത്തിന് നമുക്ക് വീണ്ടും ഡിസൈൻ ഓപ്റ്റിമൈസേഷനിലേക്ക് വിടാം, ഫോളോഡ് ബൈ and then you can do the manufacturing work. Okay, so these are the basic differences between the traditional designing and the CAD designing. Okay, so for a traditional designing, you can see that your productivity is less and the efficiency is lower. Okay, your efficiency is lower. Now when it comes to your CAD designing, you'll get an improved productivity, and the efficiency and the accuracy of the drawing is also better. Okay, and also fast. Okay, you'll get the fast result. Okay, now for example, നമുക്കൊരു മാനുവൽ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ, മാനുവലി നമ്മൾ ഒരു സാധനം പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ വിത്ത് മൈന്യൂട്ട് വേരിയേഷൻസ്, ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നട്ട്സ് എനിക്ക് വേണം, ഓക്കെ, ഡിസൈൻ ചെയ്യണം. ഓക്കെ, പക്ഷെ ഇതിന്റെ സൈസും അടുത്തതിന്റെ സൈസും തമ്മിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ ഫോർ എക്സാമ്പിൾ നട്ടിന്റെ കേസ് എന്നല്ല, വേറെ ഏതൊരു കോമ്പണന്റ് ആയാലും രണ്ട് കോമ്പണന്റ് തമ്മിലുള്ള വേരിയേഷൻ, ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ എങ്കിൽ എന്ത് മാനുവലി ആണ് ചെയ്യുന്നതെങ്കിൽ you need to draw this entire design once again and then continue, right? Now when it comes to CAD designing, all you need to do is to modify slightly, you can change the dimension and then you will get the new design. That's it. Okay, so it is high, the productivity of such a design is very high. Okay, and the quality, when it comes to traditional designing, the quality is less, you will get the less quality. And similarly for CAD design, it has an improved quality, and for traditional designing you need more storage space. I mean ഇത് ഫിസിക്കൽ സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, ചാർട്ടുകൾ സ്റ്റോർ ചെയ്യണം, പല ഡിസൈനിന്റെയും ചാർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ യു നീഡ് സം ഫിസിക്കൽ ആക്ച്വൽ ഷെൽഫ്സ് തന്നെ വേണം അല്ലെ, ഇതിനെല്ലാം ഡിസൈൻസ് അല്ലെങ്കിൽ ഷീറ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ആൻഡ് അതേപോലെ തന്നെ ഈ ഷീറ്റുകൾ മോശമാവാനുള്ള ചാൻസുകളും ഒക്കെ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം this one CAD designing, it minimizes the storage space. All you need is a hard disk, right? The higher the space, the more the storing capacity, right? That's it. Now these അതേപോലെ തന്നെയാണ് ബാക്കി ഡിഫറൻസസ് ഒക്കെ. Drawings are drawn in drawing sheets. Similarly CAD drafting can be easily saved on the computer server. Okay, similarly for the traditional designing, with manual drafting you can separate information onto individual transparent overlays. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ചാർട്ടുകളിലേക്ക് നമുക്ക് അതിനെ നമ്മൾ ഇൻഫോർമേഷനെ പാസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതേ സമയത്ത് CAD കേസിൽ ഇറ്റ് ഇസ് വെരി ഫ്ലെക്സിബിൾ, you can organize it well, right? Now similarly on paper, you to change any design you need to erase അല്ലെ, അതുപോലെ അത് കഴിഞ്ഞിട്ട് അതിനെ റീഡ്രോ ചെയ്യേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് you have to draw it again once again. But at the same time for CAD drawing, നമുക്ക് drawing is not a tedious process, you can just edit it. Okay, complete process നമുക്ക് one by one ആയിട്ട് മാറ്റേണ്ട കാര്യമില്ല, you can directly edit the diagram. Okay, and even naming
ടെക്സ്റ്റിന്റെ കേസിൽ ഇവിടെ റീലെറ്ററിംഗ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു റബ് ഓഫ് ദ കംപ്ലീറ്റ് തിങ് ആൻഡ് യു നീഡ് ടു ചേഞ്ച് ദ നെയിമിംഗ് ആൻഡ് ഓൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫോർ CAD model we can directly change the dimension value or whatever it is. Okay, so these are all the basic advantages of CAD system when it is compared with the traditional designing process. Okay, so ഇതൊക്കെ വളരെ ബേസിക് ആണ്. ഇത് പറയാവുന്നില്ല. നമ്മുടെ ബേസിക് സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതിന്റെ സോളിഡ് മോഡലിംഗ് തൊട്ടാണ്. ഇപ്പം ജസ്റ്റ് ബേസിക് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ബേസിക് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, now so let us try to see how a design process happens. Okay, so so when you compare this traditional designing with the computer aided design, traditional design with the computer aided design, so these are the basic changes. Okay, so traditional design case, this is the standard procedure that is being followed. Okay, and now traditional എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റെക്കഗ്നൈസ് ദ നീഡ്. നമ്മൾ എന്തൊരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു റെക്കഗ്നൈസ് ദ നീഡ്. അല്ലെ, എവിടെയാണ് ഇതിന്റെ ആവശ്യം, നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതോട് എന്താണ് കാര്യം, ആരാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റേജിൽ പഠിക്കുക. ഓക്കെ, റെക്കഗ്നൈസ് ദ നീഡ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടികൾക്കുള്ള ടോയ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് വിചാരിക്കും. ഓക്കെ, അപ്പൊ അത് ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് കുട്ടികൾക്കാണ് ആ ടോയ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന് എത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മളിപ്പോ കോവിഡ് സിറ്റുവേഷന്റെ കേസിൽ ഓക്കെ, അപ്പോൾ ആ സമയത്ത് വളരെ ആവശ്യമുണ്ടായിരുന്ന സാധനമാണ് ഫേസ് ഷീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ വാസ് എ നീഡ് ഫോർ ദിസ് ഫേസ് ഷീൽഡ്. അല്ലെ, ഫേസ് ഷീൽഡ് എന്ന് പറയുന്ന സാധനം എല്ലാ ഹോസ്പിറ്റൽസിലും അതുപോലെ മറ്റ് പുറത്തെ ആളുകളായിട്ട് കോൺടാക്ട് വരുന്ന ആളുകൾക്കും അതേപോലെ എയർപോർട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന സാധനമായിരുന്നു ഫേസ് ഷീൽഡ്. ഓക്കെ, സോ ദർ വാസ് എ നീഡ്. Okay, as an example, we can say face shield. There was a need for a face shield. Okay, so that was a problem. The problem there. So you need to define the problem statement accordingly. As per the need, you need to define the problem statement. The problem statement was actually is spread of corona. അല്ലെ, spread of corona prevent ചെയ്യണമെങ്കിൽ നമുക്ക് ഫേസ് ഒരു മാസ്കും വേണം. മാസ്കിൽ മാത്രമേ തീരില്ല, കാരണം എന്താ, കണ്ണ് is a good receptor of the coronavirus. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ you need to have a face shield. Okay, so there was a problem which is corona, spread of corona. Okay, അത് ഒഴിവാക്കാൻ ഒരു പ്രൊഡക്റ്റും കൂടെ ആവശ്യമുണ്ടായത് ഫേസ് ഷീൽഡ് ആണ്. ഓക്കെ, so there was a need. Now once the need statement and the problem statement is defined properly, the next step is the synthesis process. Okay, എന്ന് വെച്ചാൽ ഇതിനൊന്ന് അനലൈസ് ചെയ്ത് എന്തൊക്കെയാണ് അതിന്റെ ഒരുപാട് നമുക്കിപ്പം അതിന്റെ മുകളിൽ അനലൈസ് ചെയ്ത് ഇത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് പല രീതിയിൽ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിലെ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒരു ഫേസ് ഷീൽഡ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫേസ് ഷീൽഡ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. അല്ലെ, നമുക്ക് പിന്നെ ഒരു കണ്ണട ഒരു 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 അഡീഷണൽ ഒരു കണ്ണട വെച്ചിട്ട് പിന്നെ ആ കണ്ണടക്ക് 2 എക്സ്റ്റൻഷൻ കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഒരു ഹെൽമെറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഫുൾ തല മുതൽ കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫുൾ മുഖം കവർ ചെയ്യുന്ന നമ്മളെ സ്പൈഡർമാന്റെ മാസ്ക് പോലെ വേണമെങ്കിൽ ചെയ്യാം. Okay, so all these discussions comes under the synthesis stage. Okay, they will discuss, and then they will start drawing the design. Okay, whatever which one is the best one, they will draw the design. Now here the design is done manually. Okay, manually, that is design. Okay, now after that it is analyzed. Okay, it is analyzed. Again, this analysis process is also done manually. Okay, manually it is analyzed and optimized. Okay, so for example, when you are designing a face shield, the front cover should have a minimum thickness. കാരണം ഒരു കാറ്റടിക്കുമ്പോഴോ അതൊന്നും അത് പിന്നെ സിമ്പിൾ നമ്മളിപ്പോ ഒരു OSP ഷീറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ആടിക്കളിക്കും. അല്ലെ, അത് പാടില്ല. അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കണം, കുറച്ച് തിക്ക് ആയിട്ടുള്ള ഷീറ്റുകൾ വേണം. പിന്നെ അതുപോലെ അത് പ്രോപ്പർ ആയിട്ട് നിൽക്കണം, അത് റിമൂവബിൾ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് വേണം. ഓൾ ദീസ് തിങ്സ് and this design modifications are done in this stage, that is analysis and optimization stage. Okay, after that is done, the feedback is given to this stage, synthesis stage, and then accordingly the design is modified. Okay, so initially first design varkum aa design analysis team ne kodukkum, avaru analysis ചെയ്തു കഴിഞ്ഞ് വീണ്ടും ആ മോഡിഫിക്കേഷൻസ് നേരെ തിരിച്ച് ഡിസൈനിലേക്ക് പോകും. വീണ്ടും ചിലപ്പോൾ ഡിസൈൻ മാറ്റി വരക്കേണ്ടി വരും. അഗെയിൻ ചില കേസുകളിൽ എൻറ്റയർലി ഡിസൈൻ തന്നെ മാറ്റി വരക്കേണ്ടി വരും. അല്ലെങ്കിൽ
simple modification and then again it is subjected to this analysis stage, and further this analyzed one is moved to the evaluation stage where the design is optimally completed analysis, evaluate team. If there is any correction required, that is again moved to the synthesis stage. Okay, so evaluation stage it is again checked with some potential customer or the user customer കസ്റ്റമർക്ക് ഉണ്ടാവുന്ന കംഫർട്ട് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വീണ്ടും ഇറ്റ് ഈസ് മൂവ് ടു ദിസ് സിന്തസിസ് സ്റ്റേജ്. ഓക്കെ, ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ഗിവൺ ഫോർ ദ പ്രസന്റേഷൻ ആൻഡ് ഫൈനലി ഫോർ ദ മാനുഫാക്ചറിംഗ്. ഓക്കെ, നൗ with the invent of this computer aided design, so what happened is the synthesis stage has transformed to അവിടെ ഒരു geometric modeling stage വന്നു. ഓക്കെ, നമുക്ക് അവിടെ initially നമുക്ക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ you can directly go with the modeling. Okay, so if you have a software, so you can directly go with the modeling. You can actually show the design to the counterparts. അല്ലെ, നമ്മുടെ കൊളീഗ്സിന്റെ ആയാലും ആർക്കായാലും ഇത് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ you can actually go with the modeling. Okay, again ഇതിപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ you can go with the modeling. Once this modeling is completed, you can actually make a prototype out of this one. അല്ലെ, ഇതിന്റെ prototype വേണമെങ്കിൽ ഉണ്ടാക്കാം using 3D printing. 3D printing basically you can generate the prototype and then you can go with the analysis stage. Okay, so ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഫേസ് ഷീൽഡിന്റെ ഒരു പ്രോട്ടോടൈപ്പ് എനിക്ക് ഈ ഒരു സ്റ്റേജിൽ ആദ്യം അതിന്റെ ഡിസൈൻ വരക്കാം. അതിനുശേഷം ഫോർ ദ അനാലിസിസ് സ്റ്റേജ് യു കൻ ആക്ച്വലി മേക്ക് ദ ആഫ്റ്റർ ദ ബേസിക് അനാലിസിസ് യു കൻ മേക്ക് എ പ്രോട്ടോടൈപ്പ്. Okay, so this analysis and optimization is actually taken up by the engineering analysis. So here software is like ANSYS, LS Dyna and all does the major role. Okay, it will analyze the basic ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റടിക്കുമ്പോൾ അത് പോകരുത്, അപ്പൊ മിനിമം ഓപ്റ്റിമം തിക്നെസ് എത്ര വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ you can analyze using this one. And again the comfort of the user, like for example if someone is using നമുക്ക് പൊതുവെ ഡോക്ടേഴ്സ് ഒക്കെ നോക്കിയാൽ കണ്ണട യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പൊ അതിൽ ഫോഗ് ഫോർമേഷൻ വരരുത്. അപ്പൊ ഫോഗ് ഫോർമേഷൻ വരാണ്ടിരിക്കണമെങ്കിൽ മിനിമം എത്ര ഡിസ്റ്റൻസ് ക്ലിയറൻസ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ ഇത്രയുള്ള ഈ കാര്യങ്ങളൊക്കെ you can do it this analysis stage. Okay, and then this evaluation is actually replaced by design review and evaluation. And again if there is any correction required, these corrections can be made easily using the geometric modeling, right? Because you have a software and the design is over there and you can directly change the parameters and change the design. Okay, and finally it is taken to the drafting stage and then it is taken to the manufacturing. Okay, so this is a basic difference between a traditional design process and the geometric design, and the computer design. Okay, I hope it is clear. So നമുക്ക് ഇന്ന് ഇതിന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് പോകാം. ഓക്കെ, സോ ക്ലിയർ ആണോ? Yes, sir. Yes, sir.